അട ഉണ്ടാക്കുന്നതിനായി നമ്മളിവിടെ 1/2 കിലോ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പൊടിയാണ്, അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉള്ളത്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ച് ഇതൊരു ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കഴുകിയിട്ട് വെള്ളം വാർന്നു പോയ അരിയാണ്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. കർക്കിടകവാവിൻ്റെ അടയുടെ പ്രത്യേകത ഇതാണ്, നമ്മൾ അരി വറുത്ത് പൊടിച്ചും കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം അരി ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് ഈ കൂടെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് പോയി കഴിഞ്ഞ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ പാനിൽ നിന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി ശർക്കര ഉരുക്കി നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടി കുറച്ച് വാരി വെച്ച് ഒന്ന് പരത്തിയെടുക്കണം. ഇനി അതിലേക്ക് ശർക്കരക്കൂട്ടും വെച്ച് ഇത് ചുട്ടെടുക്കാം. ഇനി ഇത് ഒരു പഴയ പാനിലോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയിലോ വെച്ച് 2 സൈഡും തിരിച്ചും മറിച്ച് വിട്ട് ചുട്ടെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് വേവിച്ചെടുക്കാതെ തിരിച്ചും മറിച്ച് ഒരു 2-3 പ്രാവശ്യം ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മുടെ പാവട ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.